Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Okay, let's study some physics, starting with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. Okay, in the last class we studied Newton's third law of motion. അല്ലേ എല്ലാവരും പഠിച്ചില്ലേ? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അതാണ് പഠിക്കാൻ പോകുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എഴുതിയെടുത്തോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ് പറയുന്നതെന്ന് നോക്കാം. സപ്പോസ് യു ഹാവ് ടു ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സൈസാണ്, പക്ഷേ മാസ് ഡിഫറെൻ്റ് ആണ്. ഒന്നിൻ്റെ മാസ് m1 ആണ്, മറ്റേതിൻ്റെ മാസ് m2 ആണ്. അപ്പം ടേക്ക് ടു ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് മിസ്സിന് പറയുന്ന പോയിൻറ്റ്സ് എല്ലാം എഴുതിയെടുക്കണം. ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ്, ഐഡൻറ്റിക്കൽ സൈസ്, ഡിഫറെൻറ്റ് മാസ്, അങ്ങനെയുള്ള രണ്ട് ഓബ്ജക്ട്സ് എടുക്കുക. ഓക്കെ, ഈ m1 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u1, m2 എന്ന് പറയുന്ന ഓബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u2. u1 ഈസ് ഗ്രേറ്റർ ദാൻ u2 എങ്കിൽ m1 വിൽ കൊളൈഡ് വിത്ത് m2 അല്ലേ? m1 വിൽ കൊളൈഡ് വിത്ത് m2. u1 ഈസ് ഗ്രേറ്റർ ദാൻ u2, സോ m1 വിൽ കൊളൈഡ് വിത്ത് m2. അപ്പോൾ നമ്മൾ കൊളീഷൻ കഴിഞ്ഞാൽ ഈ രണ്ട് ബോഡിക്കും ഒരു വേറെ വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ഒന്നിൻ്റെ വെലോസിറ്റി v1, m1ൻ്റെ വെലോസിറ്റി v1, m2ൻ്റെ വെലോസിറ്റി v2. അപ്പോൾ ടേക്ക് ടു ഐഡൻറ്റിക്കൽ ഓബ്ജക്ട്സ് വിത്ത് ഡിഫറെൻറ്റ് മാസസ്. The first object move with velocity u1 and the second object move with velocity u2. u1 is greater than u2, so the first object collide with the second object. Then it will attain a different velocity. That velocity is called v1 and v2 respectively. Okay, ഇനി നമ്മൾ പഠിച്ചു in the third law of motion എന്താണ് പഠിച്ചത്? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് പഠിച്ചു അല്ലേ? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു പിക്ചർ വരയ്ക്കുക കേട്ടോ. ഈ ഒരു പിക്ചർ വരച്ചതിന് ശേഷം തേർഡ് ലോ പറഞ്ഞത് എന്താണ്? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് പറഞ്ഞു അല്ലേ? മൊമെൻറ്റം ഓഫ് ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ്, അതായത് P1 എന്ന് പറഞ്ഞാൽ m1 u1 ആണ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇനി ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റ് m2 u2 ആണോ? ഇനി ഫൈനൽ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ് m1 v1, ഫൈനൽ മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റ് m2 v2. ഫൈനൽ മൊമെൻറ്റത്തിന് ഞാനൊരു p ഡാഷ് എന്നിട്ടു. p'1ഉം p'2ഉം ഫൈനൽ മൊമെൻറ്റമാണ്. p1ഉം p2ഉം ഇനീഷ്യൽ മൊമെൻറ്റവും ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റും ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റും ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ പറഞ്ഞത് എന്താണ്? എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, സോ F12 ഈസ് ഈക്വൽ ടു മൈനസ് F21. സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്? Newton's second law states that external force is directly proportional to the change in momentum. അപ്പം നമുക്ക് പറയാം ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഫോഴ്സും സെക്കൻഡ് ലോ, യൂസിങ് സെക്കൻഡ് ലോ എഴുതിക്കോ. ചേഞ്ച് ഇൻ മൊമെൻറ്റം ആദ്യം എഴുതാം, പിന്നെ സെക്കൻഡ് ലോ വെച്ച് ഡിറൈവ് ചെയ്യാം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി ഓഫ് ദ ബോഡി എ ഈസ് m1 v1 ഫൈനൽ മൊമെൻറ്റം മൈനസ് m1 u1 ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് ദ സെയിം ഒബ്ജക്റ്റ്. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഡിഫറൻസ് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടി, അതാണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇനി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ബി എന്ന് പറഞ്ഞാൽ m2
v2 മൈനസ് m2 u2/t ആണോ? ഇത് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ റേറ്റ്, ഇത് സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൻ്റെ റേറ്റ്. അപ്പം ഈ രണ്ട് റേറ്റും എന്തിന് തുല്യമാണ്? ഫോഴ്സിന് തുല്യമാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ലോ അല്ലേ? F പ്രപ്പോർഷണൽ ടു എം ഇൻറ്റു v മൈനസ് u/t ആണോ? അപ്പം നമുക്കിത് രണ്ടും ഇക്വേറ്റ് ചെയ്തൂടെ ബൈ യൂസിങ് തേർഡ് ലോ. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു എഫ് ആണെന്ന് ആര് പറഞ്ഞു? അപ്പോൾ അത് ബൈ സെക്കൻഡ് ലോ അത് ആദ്യം എഴുതും. സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് u/t. സോ ഇത് F1, ഇത് F2 അല്ലേ? ഇത് എഫ് യൂസ് ബൈ 2 ആൻഡ് ഇത് F2/1 ആണേ? ആണ്. ഇത് ഫോഴ്സ് ഇൻ 1 ആക്ടിങ് ബൈ 2, ഇത് ഫോഴ്സ് ഇൻ 2 ആക്ടിങ് ബൈ 1 ആണോ? ആണ്. ഇനി നമുക്ക് തേർഡ് ലോ ഉപയോഗിച്ച് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അത് രണ്ട് എഫും ആണല്ലോ. F12ഉം F21 എന്താണ്? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 ആണോ? അപ്പം M1 P1 മൈനസ് M2 U2 അല്ല, M2 U2 അല്ല, M1 U1 ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് F2, അതായത് M2ഉം V2ഉം മൈനസ് M2ഉം U2ഉം ബൈ T. ഇക്വേറ്റ് ചെയ്യാമോ? ചെയ്യാം. ഈ ടിയും ഈ ടിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? M1 V1 മൈനസ് M1 U1 ഈക്വൽസ് മൈനസ് M2 V2 പ്ലസ് M2 U2. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ദിസ് ഇക്വേഷൻസ്. M2 V2നെ ഇപ്പുറത്ത് കൊണ്ടുപോവാം. M1 V1 പ്ലസ് M2 V2 ഈക്വൽസ് ഈ M1 U1 അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. M1 U1 പ്ലസ് M2 U2. M1 V1 is the total change in momentum after collision. Total momentum after collision is equal to total momentum before collision എന്നാണ് വന്നത്. ഇതാണ് law of conservation of momentum. Total momentum after collision is equal to total momentum before collision. അപ്പം ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത് അല്ലേ? അപ്പം ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആബ്സെൻസിൽ ടോട്ടൽ മൊമെൻറ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. എഴുതിയെടുത്തോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. This is called law of conservation of momentum. Okay. ഇനി നമുക്കൊരു എക്സാമ്പിൾ, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് വിത്ത് വെലോസിറ്റി v from a gun of mass m. A bullet is fired with velocity v and mass of gun is m. Bullet is fired with velocity v. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി v ആണ്, ബുള്ളറ്റിൻ്റെ ഗണ്ണിൻ്റെ മാസ് m ആണ്. ഓക്കെ. വാട്ട് വിൽ ബി ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ? റീകോയിൽ വെലോസിറ്റി എത്ര? ആരാ റീകോയിൽ ചെയ്യുന്ന? ഗണ്ണല്ലേ റീകോയിൽ ചെയ്യുന്ന? ആണ്, ഗണ്ണാണ് തിരിച്ചോട്ട് ബാക്കിലോട്ട് വരുന്നത് അല്ലേ? അപ്പോൾ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ പറയണം. അതിനെ ഞാൻ ക്യാപിറ്റൽ വി എന്ന് എഴുതി. അതെന്താണെന്നാണ് ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ സ്മോൾ വി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ആ ഗണ്ണിൻ്റെ മാസ്സാണ്. നമുക്ക് ബുള്ളറ്റിൻ്റെ മാസിനെ സ്മോൾ എം എന്ന് വിളിച്ചാലോ? സ്മോൾ എം ബുള്ളറ്റിൻ്റെ മാസ്, ക്യാപിറ്റൽ വി velocity of gun, small v velocity of bullet, capital M mass of gun. ഇപ്പോൾ നമുക്ക് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ്, ടോട്ടൽ മൊമെൻറ്റം ബിഫോർ
ഫയറിങ്. ഫയർ ചെയ്യുന്നതിന് മുമ്പ് മൊമെൻറ്റം 0, വെലോസിറ്റി ഇല്ല, 0 ആണ് കേട്ടോ, 0 ആണ് കേട്ടോ. ഇനി ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്, ടോട്ടൽ പി മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്. അപ്പം ആഫ്റ്റർ ഫയറിങ്ങിൽ നമുക്ക് ക്യാപിറ്റൽ എം വിയും ഉണ്ട്, ക്യാപിറ്റൽ എമ്മിന് ക്യാപിറ്റൽ വിയും പ്ലസ് സ്മോൾ എമ്മിന് സ്മോൾ വിയും ഉണ്ടല്ലേ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ്ങും ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിങ്ങും കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ ഇക്വേറ്റ് ചെയ്യണം അല്ലേ, ലോ ഓഫ് കൺസർവേഷൻ. അന്ന് ഇക്വേറ്റ് ചെയ്തേ. 0 = എം വി പ്ലസ് സ്മോൾ എം വി. Capital MV is equal to minus small mv. So V is equal to minus small m small v by capital M. ഇതാണ് recoil velocity. എന്താണ് recoil velocity? Recoil velocity of gun is equal to minus small m into small v divided by capital M. Capital M എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ മാസ്, സ്മോൾ എമ്മും സ്മോൾ വി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ മാസും വെലോസിറ്റിയുമാണ്. അപ്പോൾ റീകോയിലിംഗ് ഓഫ് ഗൺ, വെലോസിറ്റി ഓഫ് ഗൺ ഈസ് മൈനസ് സ്മോൾ എം സ്മോൾ വി ബൈ ക്യാപിറ്റൽ എം. ഈ നെഗറ്റീവ് സൈൻ വന്നതെന്ന് പറഞ്ഞാൽ റീകോയിലിംഗ് എന്ന് പറഞ്ഞാൽ ബാക്കിലോട്ടാണ് ഗൺ മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെലോസിറ്റി ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ദ മൈനസ് സൈൻ ബിക്കെയിം ഹിയർ. മനസ്സിലായോ? മൈനസ് സൈൻ വന്നതിൻ്റെ കാരണം റീകോയിലിംഗ് ആണ്, ബാക്കിലോട്ട് മൂവ് ചെയ്യാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒരു സപ്പോസ് എ ചൈൽഡ് ഓഫ് മാസ് 40 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, പെട്ടെന്ന് നോക്കാം. സപ്പോസ് എ ചൈൽഡ് ഓഫ് മാസ് 40 കിലോഗ്രാം റണ്ണിങ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ/സെക്കൻഡ്. ഒരു 40 കിലോഗ്രാം മാസുള്ളൊരു കുട്ടി വെലോസിറ്റി 5 മീറ്റർ/സെക്കൻഡിൽ ഓടുകയാണ്. കുട്ടിയുടെ ഫ്രണ്ടിൽ ഒരു സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡുണ്ട്, റെസ്റ്റിലിരിക്കുന്ന ഒരു സ്കേറ്റിംഗ് ബോർഡുണ്ട്. ആ സ്കേറ്റിംഗ് ബോർഡിൻ്റെ മാസ് 3 കിലോഗ്രാം ആണ് എങ്കിൽ ഇഫ് ദർ ഇസ് നോ അതർ ഫോഴ്സ് ആക്ടിങ് കാൽക്കുലേറ്റ് ദ വെലോസിറ്റി കമ്പൈൻഡ്. അതായത് കുട്ടി ഇതിൻ്റെ മുകളിൽ കയറിയതിന് ശേഷം മൂവ് ചെയ്യുമല്ലോ, അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്, ആ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള വെലോസിറ്റി വിത്ത് ദ സ്കേറ്റിംഗ് ബോർഡ് ആൻഡ് ദ ബോയ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ സ്കേറ്റിംഗ് ബോർഡ് ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ഈസ്, ആദ്യം കുട്ടി ഓടി കയറുന്നതിന് മുമ്പ് എന്താ, 40 കിലോഗ്രാം കുട്ടിയുടെ വെയിറ്റ്, 5 മീറ്റർ/സെക്കൻഡ് ഓടുന്ന സ്പീഡ് പ്ലസ് 3 കിലോഗ്രാം ഇതിൻ്റെ വെയിറ്റ്. ഇത് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അപ്പം വെലോസിറ്റി ഇല്ല, 0. ഇതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് സ്കേറ്റിംഗ് ബോർഡ് കിട്ടും. അപ്പം 200 കിലോഗ്രാം, 40 × 5 200 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അല്ലെങ്കിൽ മനസ്സിലായി. ഈ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ദ ബോഡി ഗെറ്റ്സ് ഇൻ ടു ഇറ്റ് ആൻഡ് സ്റ്റാർട്ട്സ് മൂവിങ്. അതെന്ന് പറഞ്ഞാൽ ഈ 40യും ഈ സ്കേറ്റിംഗ് ബോർഡിൻ്റെ വെയിറ്റും കൂടെ ആഡ് ചെയ്യണം. 40 × 3, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി u ആണ്. ഒരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്, അത് u. അപ്പം ഇതിന് മുമ്പുള്ള വെലോസിറ്റിയും ഇതിന് ശേഷമുള്ള വെലോസിറ്റിയും ഈക്വലാണ്. വെലോസിറ്റി അല്ല, മൊമെൻറ്റം ഈക്വലാണ്. സോ ഇതിന് മുമ്പുള്ളത് 200 ആണ്, ഇതിന് ശേഷമുള്ളത് എന്താണ്, 40 + 3 ഇൻറ്റു ദ വെലോസിറ്റി, അതാണ് അതിൻ്റെ മൊമെൻറ്റം. അപ്പോൾ 40 + 3 43 ഇൻറ്റു വെലോസിറ്റി ഓഫ് ദിസ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 200 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പം നമ്മുടെ വെലോസിറ്റി ഓഫ് ദ ബോയ് ആഫ്റ്റർ സ്കേറ്റിംഗ് കിട്ടും. അതെന്താണ്, +4.65 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ടോട്ടൽ മൊമെൻറ്റം നമ്മളിങ്ങനെ ഇതുപോലെ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം വെലോസിറ്റി സ്കേറ്റിങ്ങിൻ്റെ കൂടെ പോകുന്നതിൻ്റെ ആ ബോയുടെ വെലോസിറ്റി നമുക്ക് കിട്ടും. ഇനി നമുക്ക് സർക്കുലർ മോഷൻ എന്നൊരു ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്. അപ്പം ക്ലാസ് ലെസൺ തീരുവാണ്. അപ്പോൾ നമുക്ക് സർക്കുലർ മോഷൻ പെട്ടെന്നൊന്ന് പഠിക്കാം. എഴുതിക്കോ, സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ആ ബോഡി ഈസ് മൂവിങ് ഇൻ എ സർക്കുലാർ പാത്ത്. ഒരു ബോഡി ഉണ്ട്, ആ ബോഡി ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടോ, ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ
മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ പോയിൻ്റ് ഉണ്ടാവും O. A body is moving with a certain velocity in a circular path. അതിനാണ് സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. ഈ സർക്കുലർ മോഷനിൽ നമുക്ക് വെലോസിറ്റി ഓഫ് ദ ഓബ്ജക്റ്റ് മൂവിങ് ഇൻ സർക്കിൾസ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഹൗ? ഈ വെലോസിറ്റിയെ നമുക്കൊന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെലോസിറ്റി മാറ്റണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. ആ ഓബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ആവും. ഓക്കെ, അത് എഴുതിക്കോ. വെലോസിറ്റി ഓഫ് ഓബ്ജക്റ്റ് ഇൻ സർക്കുലർ മോഷൻ ചേഞ്ച്ഡ് ബൈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ചേഞ്ച്ഡ് ബൈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എഴുതിയെടുത്തോ. ചേഞ്ച്ഡ് ബൈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ചേഞ്ച് ഇൻ ഡയറക്ഷൻ മാറിയപ്പോൾ, അപ്പം ഞാൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, വി നോ ദാറ്റ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോൺ എടുക്കാം. ഈ സ്റ്റോൺ എന്ന് പറയുന്നതിന് നമ്മളൊരു സ്ട്രിങ്ങിൽ നമ്മൾ കെട്ടിയിട്ടു. ടൈ ഇറ്റ് ഓൺ എ സ്ട്രിങ് ആൻഡ് റൊട്ടേറ്റ് ദ സ്ട്രിങ് വിത്ത് യുവർ വൺ ഹാൻഡ്. അപ്പോൾ നമ്മളുടെ സർക്കിളായിട്ട് നമ്മളുടെ സ്റ്റോണ് മൂവ് ചെയ്യും അല്ലേ? സർക്കിളായിട്ട് മൂവ് ചെയ്യും. ആ സ്ട്രിങ്ങോ ഒരു റോപ്പോ വെച്ച് കണക്ട് ചെയ്യുക. അപ്പം ദ ഫോഴ്സ് ആക്ടിങ് ഫ്രം ദ സ്റ്റോൺ ടു ദ സെൻട്രൽ പാർട്ട്, അതാണ് നമ്മുടെ ഹാൻഡ്, ത്രൂ ദ റേഡിയസ് അല്ലേ? ഒരു സർക്കുലർ മോഷനിലായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അതിനൊരു റേഡിയസും കാണും. ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് വരും അല്ലേ? അപ്പോൾ അതിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ സർക്കുലർ മോഷൻ അലോങ് വിത്ത് ദ റേഡിയസ് ടുവേർഡ്സ് ദ സെൻറ്റർ of the circle is known as centripetal acceleration. Acceleration experienced by the object in circular motion along the radius towards the center of the circle is called centripetal acceleration. എഴുതിക്കോ, centripetal acceleration. Acceleration experienced by the object in circular motion along the radius to the center of the towards the center of the circle is called as centripetal acceleration. Appam the force that creates this acceleration is called centripetal force. The force that creates centripetal acceleration is called centripetal force. Adum kuda ezhudikko. The force that creates centripetal acceleration is called centripetal force. ഇനി ഞാൻ പറയുന്നു, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്? നമ്മളിപ്പം ഇതിൻ്റെ മാസ് എം ആണ്, ഇതിന് വെലോസിറ്റി വി ഉണ്ട്, ഇതിനൊരു റേഡിയസ് ഉണ്ട്, ആർ ഉണ്ട്. എങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ റേഡിയസ് ആർ. മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മനസ്സിലായോ? ഓക്കെ. ഇനി ഞാൻ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഞാൻ വിട്ടു പോവുകയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ കൈ ഞാൻ എടുത്തു, അതിനകത്ത് ആ സ്ട്രിങ്ങിനകത്ത് നിന്ന് എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ത്രോ ഓഫ് ടു എ ടാൻജൻറ്റ് അല്ലേ? അപ്പം നമുക്ക് ആ സർക്കിളിൽ നിന്ന് അത് വിട്ട് ഒരു ടാൻജൻറ്റിലോട്ട് അത് പോവും. സർക്കിളിനൊരു ടാൻജൻറ്റ് കാണുമല്ലോ, ആ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് ആ സ്റ്റോൺ തെറിച്ചു പോവും അല്ലേ? ആ സ്റ്റോൺ തെറിച്ചു പോവും. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത്. അതായത് റിലീസ് ദ സ്ട്രിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം സർക്കുലർ മോഷൻ. അതും കൂടെ പഠിച്ചോ. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസ്, സർക്കുലർ മോഷനിലുള്ള ഒരു സബ്സ്റ്റൻസ്, ഒരു ഒബ്ജക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം കവർ ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം സർക്കുലർ മോഷൻ. ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു ആ ഒബ്ജക്റ്റ്
ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിലാണ് കവർ ചെയ്യുന്നത്. എഴുതിക്കോ. എങ്കിൽ അതിന് പേര് എന്താണ്? യൂണിഫോം സർക്കുലാർ മോഷൻ എന്നാണ് അതിൻ്റെ പേര്. If the object moving in circular motion covers equal distance in equal intervals of time, then it is called uniform circular motion. Uniform circular motion കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. വാട്ട് ആർ സം എക്സാമ്പിൾസ്? നമ്മളുടെ ക്ലോക്ക്, വാച്ചിൽ മൂവിങ് ചെയ്യുന്ന ഹാൻഡ് മൂവ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ്. സ്റ്റോൺ മൂവ് ചെയ്യുന്നത് ഇൻ എ ട്വിഗ് അല്ലെങ്കിൽ ഒരു റോപ്പിൽ, അത് യൂണിഫോം സർക്കുലർ മോഷനാണ്. പിന്നെ എക്സാമ്പിൾ എന്താണ്? ഫാന് നമ്മൾ ഓണാക്കിയതിനും ഓഫാക്കിയതിനും, ഓണും ഓഫ് സമയത്തല്ലാതെ ഫാന് മൂവ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലാണ് അല്ലേ? പിന്നെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അറൗണ്ട് ദ എർത്ത് മൂവ് ചെയ്യുന്നത് യൂണിഫോം സർക്കുലർ മോഷനിലാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, ഇതൊക്കെ യൂണിഫോം സർക്കുലർ മോഷന് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എഴുതിയെടുക്കുമല്ലോ. ഓക്കെ, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞത്. ഓക്കെ, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. Okay, so this chapter is over. I hope you have written all the notes. Okay, if there is any questions, please ask me through WhatsApp. Okay, I'm bidding goodbye. Assalamu alaikum warahmatullahi wabarakatuh.